ജീസസ് പ്രഷ്യസ് നെയിം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായം 26 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങളാണ്. ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 26 to 29. അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തിനും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് സദാ ദൈവപ്രസാദം വരുമാറ് അതിന് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവത്തിന് മഹത്വം. കണ്ണാടി കൊണ്ടുവരാൻ മറന്നുപോയി, അതുകൊണ്ടാണ് വായിക്കാൻ അല്പം ബുദ്ധിമുട്ട് നേരിട്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ വായിച്ച വേദഭാഗം ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് രാജ്യങ്ങളെയാണ് കാണുന്നത്. ഈ ലോകം ഷെയ്ക്കബിളാണ്, അത് കുലുക്കപ്പെടുന്നതാണ്, മാറ്റം വരുന്നതാണ്. എന്നാൽ നമ്മൾ നോക്കിയിരിക്കുന്നത് മാറ്റം വരാത്ത ഒരു ലോകം അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയാണ്. ഇന്ന് കാണുന്നതൊക്കെ മാറും. നമ്മളൊരു പുതിയ കാർ വാങ്ങിച്ചു എന്നിരിക്കട്ടെ, നമുക്ക് വളരെ സന്തോഷമുള്ള ഇഷ്ടം തോന്നിയ ഒരു കാർ വാങ്ങിച്ചു എന്നിരിക്കട്ടെ. അത് എന്നും അതുപോലെ ഇരിക്കുമോ? ചില വർഷങ്ങൾ കഴിയുമ്പോഴത് ട്രാഷിൽ കളയും. പിന്നെ ആരുടെ ഈ അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അത് പിന്നെ ആർക്കും വേണ്ട, അത് കൊള്ളുകയില്ല, മാറ്റം വരും. ഒരിക്കൽ ഞാൻ ഭൂമിക്ക് ഇളക്കം വരുത്തി എന്ന് ദൈവം പറയുന്നു. നമുക്കൊക്കെയും താല്പര്യമാണ് ദൈവശബ്ദം ഞാൻ നേരിട്ടൊന്ന് കേട്ടിരുന്നെങ്കിൽ. ഈ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് നേരിട്ട് ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ടിരുന്നെങ്കിൽ എന്ന താല്പര്യമുള്ളവരാണ് വിശ്വാസികളായ പലരും. എല്ലാവരും തന്നെ അങ്ങനെയാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമല്ല. ഒരിക്കൽ മോശ ദൈവശബ്ദം കേട്ടു എന്ന് മാത്രമല്ല, തൻ്റെ ഈ കൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ മക്കളൊക്കെ ആ ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണ്ട, മോശ ഞങ്ങളോട് കേട്ടത് അരുളി ചെയ്താൽ മതി എന്ന് പ്രസ്താവിച്ചു. അപ്പോൾ ഷെയ്ക്ക് ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ലോകത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് ഒരു കഥ ഒരിക്കൽ പറയുകയുണ്ടായി. രണ്ട് വീടുകൾ, ഒന്ന് പണിതത് മണലിന്മേൽ, മറ്റൊന്ന് പണിതത് പാറമേൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് പണിതു. രണ്ടിൻ്റെ നേരെ ഒരുപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി. വലിയ കാറ്റടിച്ചു, തിരമാലകൾ ആഞ്ഞടിച്ചു. പക്ഷെ മണലിന്മേലുള്ള വീട് തകർന്നു പോയി. രണ്ടും കണ്ട ഒരുപോലെ കേട്ടോ, ഒരേ പെയിൻറ്റിങ്, മേളിലുള്ള സ്ട്രക്ചറെല്ലാം ഒരുപോലാണ്, സംഗതിയെല്ലാം ഒരുപോലെ. പക്ഷേ പെയിൻറ്റിങ് അതുപോലെ റൂഫിങ് എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. പക്ഷേ വ്യത്യാസം എന്താണ്? ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ടതിന് കുറച്ചുകൂടെ ചിലവ് വന്നു. മറ്റേത് കുറച്ചുകൂടെ ബിൽഡർക്ക് ഈസി ആയിട്ട് പണിയാൻ കഴിഞ്ഞു, ചിലവ് കുറഞ്ഞു പടുത്തു. പണിതെല്ലാം കഴിഞ്ഞ് പെയിൻറ്റും ഒക്കെ അടിച്ച് പുറമേ നോക്കിയപ്പോൾ എല്ലാം ഒന്ന പോലെ. പക്ഷെ കാറ്റും തിരമാലയും ആഞ്ഞടിച്ചപ്പോൾ മണലിന്മേൽ പണിത വീട് തകർന്നു വീഴുവാനും പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം നിലനിൽക്കുവാനും ഇടയായി. നമ്മുടെ അടിസ്ഥാനം ശരിയായിരിക്കണം, നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള സന്ദേശമാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ പിടിച്ചടക്കയില്ല, ജയിക്കുകയില്ല. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ മേൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരായിരിക്കുന്ന അടിസ്ഥാനക്കല്ലിൻ്റെ മേലെ വിശ്വാസികൾ ആകുന്ന കടതീർന്ന അല്ലെങ്കിൽ കുറ്റമില്ലാത്ത കല്ലുകൾ കൊണ്ട് ചേർത്തിണച്ച് പണിതിരിക്കുന്ന സൗധത്തോട്
സഭയെ കർത്താവ് കമ്പയർ ചെയ്യുക. അങ്ങനെയുള്ള സഭയുടെ അംഗമായിരിക്കണം നാം. നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കണം. യേശു എന്ന പാറമേൽ അടിസ്ഥാനം ഇട്ടുകൊണ്ടുള്ള ക്രിസ്തീയ ജീവിതം ദൈവം നമ്മിൽ നിന്ന് ഉയരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായപ്പോൾ ഒരു കുലുക്കമുണ്ടായി ലോകമാസകലം. ജനലക്ഷങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മരിച്ചു വീഴുവാനിടയായി. ഭൂമിക്ക് ഒരു ഇളക്കമുണ്ടായി. സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന ഒരു ഡിസീസ് യൂറോപ്പിലെല്ലാം ഒരു കാലത്ത് 1918 ആ ടൈമിനോടടുത്ത് ഉണ്ടായി. മില്യൺസ് ഓഫ് ആളുകൾ യൂറോപ്പിൽ മരിക്കുവാനിടയായി. രണ്ടാം ലോകമഹായുദ്ധം അനേകർ മരിച്ചു വീണു. ലോകത്തിനൊരു ഇളക്കമുണ്ടായി, ചലനമുണ്ടായി. അതുപോലെ 9/11 അമേരിക്കയിൽ വന്നപ്പോൾ അമേരിക്കയ്ക്കൊരു ഷെയ്ക്കുണ്ടായി. അത് ലോകത്തെ മുഴുവൻ വ്യാപിച്ചു. ആ കുലുക്കത്തിൻ്റെ ഇഫക്റ്റ് ഇന്നും തീർന്നിട്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, 9/11 ഉണ്ടാകുന്നതിന് മുമ്പ് പ്രായമുള്ള എൻ്റെ മദറിനെയൊക്കെ ഞാൻ എവിടോട്ടെങ്കിലും പോകാൻ പ്ലെയിനെ കയറ്റി വിടുമ്പോൾ കൂടെ യാത്രയ്ക്ക് ആളില്ലാത്തപ്പോൾ പ്ലെയിനകത്ത് കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. കാരണം അന്ന് വലിയ ചെക്കിംഗ് ഒന്നുമില്ല. കാരണം എല്ലാവർക്കും വിശ്വാസമാണ്. ആ പ്ലെയിന് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല എങ്കിലും ഞാൻ അകത്ത് കയറി. അമ്മ പ്ലെയിനിലിരിക്കുക, ന്യൂയോർക്കിലെ എൻ്റെ കസിൻ്റെ ഭവനത്തിലോട്ട് പോകണം. ഞാൻ ആ പ്ലെയിന് സീറ്റൊക്കെ അമ്മയെ ഇരുത്തിക്കിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇറങ്ങിപ്പോന്ന് ഓർക്കുന്നു. ഇന്ന് നടക്കുമോ? യാത്ര ചെയ്യാത്ത നമുക്ക് പ്ലെയിനിനകത്ത് കയറാൻ പറ്റുമോ? എന്തെല്ലാം നിയമങ്ങളും കുരുക്കുകളുമാണ് അതിനുശേഷം വന്നത്. ഇറ്റ് ഷുക്ക് ദ വേൾഡ്. ഹല്ലേലൂയ. നമ്മൾ COVID-19 വന്നു. ഈ ലോകത്തിനൊക്കെ ഒരു വലിയ മാറ്റം വന്നു. പലരും ഇപ്പം മാസ്ക് ഒക്കെ ധരിക്കാൻ തുടങ്ങി. അതിനും ആരെങ്കിലും മാസ്ക് ധരിക്കുമോ? അപ്പോൾ ഒരു ചേഞ്ച്, ഒരു കോളിളക്കമുണ്ടായി. ഈ ലോകത്തിന് മാറ്റം വരും, ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇളക്കമില്ലാത്ത ഒന്ന് കർത്താവ് കൊണ്ടുവരുമെന്നാണ് നമ്മളിവിടെ കണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുകൾക്ക് മാറ്റം വരും, അവയെല്ലാം താൽക്കാലികമാണ്. എന്നാൽ നമ്മുടെ പ്രയോറിറ്റി എങ്ങനെ ഇരിക്കുന്നു? വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പ്രയോറിറ്റി എങ്ങനെ ഇരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ സാഹചര്യങ്ങളെ ഓർത്ത് നമ്മൾ ദുഃഖിക്കാറും പ്രയാസപ്പെടാറും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ സാഹചര്യങ്ങൾ ഇന്നതുണ്ടാകുമെന്നുള്ളത് നമ്മുടെ ദൈവത്തിന് നമുക്കത് ആഗ്രഹിക്കുന്നതിന് മുമ്പേ അറിയാം. നമുക്ക് വേണ്ടി കരുതാൻ കഴിയുന്നതിലുപരിയായി നമ്മളെ കരുതുന്ന ദൈവം ജീവിക്കുന്നു. നമ്മുടെ ധാരണ നമ്മളെ സ്നേഹിക്കുന്നെന്നാ. സ്വയം സ്നേഹമില്ലാത്ത ആരുമില്ല. അതുകൊണ്ടാണ് കല്യാണത്തിനൊക്കെ നമ്മൾ വേദഭാഗം വായിക്കൊണ്ട് നിൻ്റെ ശരീരം പോലെ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും അവരുടെ ശരീരത്തെ കെയറാ. എന്നാൽ ദൈവവചനം പഠിച്ച് എനിക്ക് മനസ്സിലാക്കാനുള്ളത്, എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് ദൈവമാണ്. എനിക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്നതിൽ കൂടുതൽ കരുതുന്നത് എൻ്റെ ദൈവമാണ്. ആ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ബഹുമാനവും കരേറ്റിക്കൊണ്ട് അനുദിനം ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ഈ ലോകത്തിലെ ജീവിതത്തിൽ എന്താണ് മാറ്ററായിട്ടുള്ളത്? വാട്ട് ഡു മാറ്റേഴ്സ് ടു us? പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയ മാറ്ററായി നമ്മൾ എടുക്കേണ്ടത് ദൈവവും ദൈവിക ചിന്തയുമായിരിക്കണം. ഫോക്കസ് അപ്പോൺ ഗോഡ്. ഹല്ലേലൂയ. 27-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. മാറ്റം വരും. ഇന്ന് നമ്മൾ കാണുന്നതിനെല്ലാം ഒരു മാറ്റം വരും. ഈ ഭൂമിക്ക് തന്നെ മാറ്റം വരും. ഈ ഭൂമി മാറിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിക്ക് മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇതാ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായിട്ട് നിൽക്കത്തില്ല, ഇത് മാറിപ്പോകുന്ന. ആകാശം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവത്തിൻ്റെ സിംഹാസനമായ സ്വർഗം എന്നുള്ള അർത്ഥമല്ല. ഈ ആകാശമണ്ഡലങ്ങളിൽ നമ്മൾ കാണുന്ന പലതിനും മാറ്റം വരും, ചേഞ്ച് ചെയ്യും. ഈ ഭൂമി കൊടുമുഴക്കത്തോടെ മാറിപ്പോകുമെന്നാണ് ദൈവവചനം പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. നിലനിൽക്കുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് us look above. നമ്മൾ ഉയരത്തിലേക്ക് നോക്കുന്നവരായിരിക്കണം. കൊലോസ്യ ലേഖനം എടുത്താട്ട് അതിൻ്റെ 3-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. കൊലോഷ്യൻസ് chapter 3 verse 2.
ഭൂമിയിലുള്ളതല്ല, ലുക്ക് അബവ്. അപ്പം സെറ്റ് അവർ അഫക്ഷൻസ് ഓൺ തിങ്സ് അബവ്. ഉയരത്തിലുള്ളതിന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിലും നമ്മൾ ഉയരത്തിലുള്ളത്, ഒരാത്മീയൻ ബുദ്ധിമാനാണെങ്കിൽ ഉയരത്തിലുള്ളതിന് പ്രാധാന്യം കൊടുക്കണം. പലപ്പോഴും നമ്മൾ ബുദ്ധി കെട്ടവരാണ്. നമ്മൾ ലോകത്തിനും ലോകത്തിലുള്ളതിനുമാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഉയരത്തിലുള്ളതിനോ നിത്യജീവനോ അല്ല പ്രാധാന്യം കൽപ്പിക്കുന്നെന്നുള്ളതാണ് സത്യം. ആ വ്യത്യാസത്തിന് മാറ്റം വരുത്തണം. ലുക്ക് എബവ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ലുക്ക് അറൗണ്ട്. നമ്മുടെ ചുറ്റുപാടുകളെ ഒന്ന് നോക്കണം. എൻ്റെ സഹോദരവർഗം രക്ഷിക്കപ്പെട്ടതാണോ? എൻ്റെ രക്തസംബന്ധികളായ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടോ? അവർ എനിക്ക് സ്നേഹമാണെന്ന് നമ്മൾ പറയുകയും അവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അത്ര ദുഃഖിതരാകും. അപ്പോൾ അവരെ ഹർട്ട് ചെയ്യുമെന്ന് കരുതി സത്യസുവിശേഷം അവരോട് പറയാതിരിക്കുമോ? ലുക്ക് അറൗണ്ട്. ലുക്ക് അറൗണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ സഹോദരവർഗം, നമ്മുടെ സ്നേഹിത വൃന്ദങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള കമ്മ്യൂണിറ്റി, നമുക്ക് എത്താവുന്ന ഗ്രൂപ്പുകൾ, പീപ്പിൾ ഗ്രൂപ്പ്, അവരോടൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുന്നെങ്കിൽ നമ്മുടെ ധാരണ അവരെ ഹർട്ട് ചെയ്യാൻ പാടില്ല. അയ്യോ, അവരെ എങ്ങനെ ഹർട്ട് ചെയ്യുന്നത്, അവരിങ്ങോട്ട് ഗസ്റ്റായിട്ട് വന്നതല്ലേ, അല്ലെ അവരോട് എങ്ങനെ അവരെ മുറിപ്പിക്കും എന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കും. എൻ്റെ ജീവിതം കണ്ടോണ്ട് അവർ പഠിക്കട്ടെ, അവർ ചേഞ്ച് ചെയ്യട്ടെ, ഞാൻ പറഞ്ഞാൽ അവർക്ക് മുറിവേക്കുമല്ലോ എന്നൊക്കെ പല കാര്യങ്ങളൊക്കെ ഇത് പറയുന്നതൊക്കെ വളരെ സൈക്കോളജിക്കലി റൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കുന്നത് എങ്ങനെയാണ്? വാക്കിലൂടെയാണ്. ജീവിതം കണ്ട് നമ്മൾ നല്ല ഉദാഹരണങ്ങളായിരിക്കണമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. അപ്പോൾ തന്നെ നമ്മൾ പറയുവാൻ മടിക്കരുത്. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും ഉളവാകുന്നു. ആകയാൽ നമ്മൾ ആരോടും കർത്താവിൻ്റെ സാക്ഷ്യം പറയുവാൻ മടി കാട്ടുന്നവരായിരിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് ലുക്ക് എഹെഡ്. മുന്നോട്ടുള്ളതിന് വേണ്ടി നമ്മൾ ആരായണം. ഉയരത്തിലുള്ള ദൈവത്വത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി കേന്ദ്രീകരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചുറ്റുപാറ്റുമുള്ള മാനവരാശിയുടെ മേൽ നമ്മുടെ ദൃഷ്ടി ചെല്ലട്ടെ. അവരുടെ രക്ഷയ്ക്കായി നമ്മളാൽ കഴിയുന്നത് ചെയ്യുക. നമുക്ക് ആരെയും രക്ഷിക്കപ്പെടുത്തുവാൻ കഴിയത്തില്ല. ദാറ്റ്സ് എ ഫാക്ട്. ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. എന്നാൽ ദൈവം രക്ഷിക്കുന്നത് എങ്ങനെയാണ്? വചനം അവരോട് അറിയിക്കുന്നതിലൂടെയാണ്. വിശ്വാസം കേൾവി മൂലമുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ക്രിസ്തീയ ആത്മീയ ജീവിതത്തിൻ്റെ നന്മവശം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ വന്നതൊന്നും അതിൻ്റെ പൂർണ്ണതയല്ല. ഹല്ലേലൂയ. വി ആർ റിസീവിങ് എ കിങ്ഡം. നമ്മളോട് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താണ്? നിന്റെ രാജ്യം വരണമേ. ആ രാജ്യം വന്നെങ്കിൽ വരാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ? സ്വർഗത്തിലെ പോലെ തിരുഹിതം നിറവേറുന്ന ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ രാജ്യം വരും. അന്ന് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നമ്മളൊരു ഷെയ്ക്കില്ലാത്ത എന്ന് പറഞ്ഞാൽ മാറ്റം വരുന്ന അവസ്ഥയിലല്ലാത്ത ഒരു രാജ്യം പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ലക്ഷ്യം. കർത്താവ് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി നോക്കിയിരിക്കാൻ. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് ഭൂമിയിൽ ആദ്യം വന്നത് രാജ്യം സ്ഥാപിക്കാനല്ല. യഹൂദന്മാർക്ക് പറ്റിയ അബദ്ധം, അവർ രാജാവായി വരുന്ന മെസ്സിഹായെ നോക്കിയിരുന്നു. എന്നാൽ യേശു പീലാത്തോസിൻ്റെ അടുക്കൽ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഞാനൊരു രാജാവ് തന്നെയാണ്, പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എൻ്റെ ചേവകന്മാർ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. അതുകൊണ്ട് യേശു ലോകത്തെ അടക്കി ഭരിക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവ്
ഈ ലോകത്തെ അടക്കി രാജാവും കർത്താവുമായി ഭരിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കണം. നമ്മൾ വിശ്വാസികളെന്നാണ് നമ്മുടെ പേര് തന്നെ. പക്ഷേ നമ്മൾ സാക്ഷാൽ വിശ്വാസികളാണോ? നമ്മൾ ഉദാഹരണമായിട്ട് നോഹയുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിയേ. മഴ കണ്ടിട്ടില്ലാത്ത നോഹ 120 വർഷം പ്രസംഗിക്കുകയാണ്. മഴ വരാൻ പോകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ വരുന്നു, ഈ ലോകം മുഴുവൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകും, അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവരെ നിങ്ങൾ ഈ പേടകത്തിനകത്ത് കയറി രക്ഷപ്പെടുവീൻ. ഒരൊറ്റ ഒരെണ്ണം മുന്നോട്ട് വന്നില്ല. നിരാശ ഉണ്ടാകുമോ? ഒരു ചേഞ്ചുമില്ല. ഈ 119 വർഷം പ്രസംഗിച്ചിട്ടും മഴയുടെ ഒരു ലക്ഷണവും കണ്ടിട്ടില്ല ഇദ്ദേഹം. തളർന്നു പോകാൻ സാധ്യതയില്ലേ? ഞാൻ 119 വർഷമുണ്ട് പ്രസംഗിക്കുന്നു മഴ വരുമെന്ന്, ഇതുവരെ വന്നില്ല. അപ്പോൾ ഇനി മഴ വരുമോ എന്നുള്ള സംശയം അദ്ദേഹത്തിന് ഉണ്ടാകത്തില്ലേ? എന്നാൽ ദൈവം പറഞ്ഞതിനെ നോഹ വിശ്വസിച്ചു. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ലോകത്തിൽ നിന്ന് മില്യൺസ് ഓഫ് ആളുകളുണ്ടെന്ന് വിചാരിക്കട്ടെ, 8 പേര് പെട്ടകത്തിൽ കയറി, ഒരു മൈനോറിറ്റി പെട്ടകത്തിൽ കയറി. വിശ്വസിക്കുന്നതിൻ്റെ ഗുണം, പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഈ മൈനോറിറ്റി മെജോറിറ്റിയായി മാറി. മനുഷ്യരാരെങ്കിലും ഉണ്ടോ? പിന്നെ ഈ മൈനോറിറ്റി മെജോറിറ്റിയായി മാറി. മെജോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ ഫോക്കസും പോക്കും എൻ്റെ പോക്കിനനുസരിച്ചല്ലല്ലോ, ദൈവവചനത്തിന് അനുസരിച്ചല്ലല്ലോ. ഞാൻ അതുകൊണ്ട് അവരോട് കോംപ്രമൈസ് ചെയ്തു പോകുന്നതല്ലേ ഉത്തമം എന്ന് ഏത് പ്രായത്തിലും ആർക്കും സംശയമുണ്ടാകാം. എന്നാൽ ദൈവം പറയുന്നതിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു മൈനോറിറ്റി ആണെങ്കിലും നേരെ നിന്നാൽ, നീ മൈനോറിറ്റിയായി പെട്ടകത്തിൽ കയറിയാലും നീ ഒരു ബിഗ് മെജോറിറ്റി ആയിട്ട് പുറത്തു വരും. നമ്മുടെ ലക്ഷ്യം എന്താണ്? വരാനിരിക്കുന്ന ലോകം, നമ്മുടെ കർത്താവ് ഒരുക്കുന്ന രാജ്യം. ആ രാജ്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതൽ ഒരു ന്യൂനപക്ഷമാണ് എന്ന് തോന്നിപ്പോയാൽ പോലും അങ്ങനെയാണ്. ഏത് സമൂഹത്തിലും ഏത് രാജ്യത്തിലും ചെന്നാൽ വിശ്വാസികൾ ഒരു മൈനോറിറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. സത്യവിശ്വാസികൾ ഒരു മൈനോറിറ്റിയാണ്. എന്നാൽ ലജ്ജിക്കാതെ നേരെ നിന്നാൽ നമ്മളൊരു ബിഗ് മെജോറിറ്റിയായി മാറും, പവർഫുൾ മെജോറിറ്റിയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഒരു റോക്ക് സോളിഡ് ഫൗണ്ടേഷൻ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, യേശു കമ്പയർ ചെയ്ത് 2 വീടുകളോട് കമ്പയർ ചെയ്തുകൊണ്ട്. എന്നാൽ ഒരു വീടിന് സ്ട്രോങ് ഫൗണ്ടേഷൻ, ഓളങ്ങളും തിരമാലകളും വന്നു. ബാലൻ ബ്രദർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. റോസപ്പൂക്കൾ മാത്രമുള്ള ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. മുള്ളുകളൊക്കെ കാണും. പ്രൈസ് ദി ലോർഡ്. പ്രയാസങ്ങൾ കാണും. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളെക്കാൾ ഉപരി കണ്ടുകൊണ്ട്, അവയെ ദർശിച്ചുകൊണ്ട് അതിനു വേണ്ടി പരിഹാരം വരുത്തുന്നവനാണ് നമ്മോട് കൂടെയുള്ളവൻ. ആ പ്രശ്നങ്ങളുടെ മധ്യേ നമ്മളെ കൈവിടുന്നവനല്ല. വീഴാതെ വണ്ണം നമ്മളെ താങ്ങുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ പ്രശ്നത്തിൽ നമ്മൾ ഏകരല്ല. നമ്മുടെ പ്രശ്നങ്ങളുടെ മുഖത്ത് നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ബൈ സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു രീതി. ഒരു ശക്തനായ വ്യക്തി നമുക്ക് സപ്പോർട്ടിന് കൂടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ബലമാണ്. കർത്താവ് പറഞ്ഞ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട. നിനക്ക് രോഗമുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ കൈ നിന്നെ താങ്ങിയിട്ടുണ്ട്. നിനക്ക് വേദന കാണും, പക്ഷെ ഞാൻ നിന്നെ താങ്ങുന്നു. നിനക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞാൻ നിന്നെ കൂടെ ഉണ്ടെന്ന് സഹായിക്കും. ഈ ആനോക്ക് ഒറ്റയ്ക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ലോകരാരും കളിയാക്കാതെ ഇരുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ജീവിത രീതി കണ്ട അനേകർ അദ്ദേഹത്തെ കളിയാക്കുകയാണ്. നോഹയെ കളിയാക്കിയതുപോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോഹ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ആനോക്ക് തയ്യാറായില്ല. അതുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങളില്ലായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ ഒടുവിൽ ആനോക്കിനോട് പറഞ്ഞു, മോനെ, നീ ഇത്രയും നാളെൻ്റെ കൂടെ നടന്നില്ലേ, ഇനി ഞാൻ നിന്നെ അങ്ങ് കൊണ്ടുപോകുക. ദൈവം എടുക്കപ്പെട്ടു. അവൻ കാണാതെയായി. ജീവനോടെ അവനെ രൂപാന്തരപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് ദൈവം കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മോട് കൂടെ ഉണ്ട്.
അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ വിട്ടുപോയിട്ടില്ല. ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും വിശ്വാസ വീരന്മാരായി നിലനിൽപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ജോഷുവ പറഞ്ഞത്, നമ്മുടെ അക്കരെ, നദിയുടെ അക്കരെ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ജാതികൾ, അവർക്ക് ബിംബങ്ങളുമൊക്കെ ആരാധന ഉണ്ടായിരിക്കും. അവരെ ആരാധിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ചെല്ലുന്ന കനാൻ ദേശത്ത് അനേക മൂർത്തികളുണ്ട്. ബാലും അസ്തേരത്തും ഒക്കെ അവിടെയുണ്ട്. നിങ്ങൾക്ക് അവരെയും സേവിക്കാം. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതുപോലെയുള്ള തീരുമാനം, ദൃഢമായ തീരുമാനം, ദൈവം വചനത്തിലൂടെ എന്നെ കാണിച്ചു തരുന്ന തീരുമാനത്തിൻ്റെ മുഖത്ത് ഞാൻ നിലനിൽക്കും എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഈ ഭരണഘടനയൊക്കെ അമേരിക്കയുടെ ഉണ്ടാക്കിയത് ഭക്തന്മാരായ ചില ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ, നമ്മുടെ കറൻസി തന്നെ ഉണ്ടല്ലോ, വൺ നേഷൻ അണ്ടർ ഗോഡ്, ഇൻ ഗോഡ് വി ട്രസ്റ്റ്. അപ്പോൾ ഇതൊക്കെ അന്ന് ഒരു കറൻസിയിൽ എഴുതി വെക്കണമെങ്കിൽ അവരൊക്കെ എത്ര ദൈവബോധമുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് സ്ഥിതിയൊക്കെ മാറിപ്പോയി. ഹല്ലേലൂയ. മാറ്റം വന്നു. ദൈവവചനത്തിൽ നിന്ന് വിട്ടു ജീവിക്കുന്ന ഒരു സമൂഹമായി ഈ രാജ്യത്ത് തന്നെ പലരുമായി തീർന്നു. എന്നാൽ ഒരു തുച്ഛൻ ജനങ്ങൾ ഇന്നും കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ഒരിക്കലും ബില്ലി ഗ്രഹാം ഇങ്ങനെ പറയുകയുണ്ടായി, ഈ രാജ്യത്തെ ദൈവം പണിഷ് ചെയ്യുന്നില്ലെങ്കിൽ സോദോമിനോടും ഗൊമോറയോടും ക്ഷമ ചോദിക്കേണ്ടി വരുമെന്ന്. പുള്ളി ദൈവത്തിൻ്റെ നേരെ ഒരു ചലഞ്ച് ഇട്ടു. കാരണം ഈ ലോകം അതുപോലെ ഈ രാജ്യം അധപ്പതിച്ചെന്നാണ് ബില്ലി ഗ്രഹാം പറഞ്ഞതിൻ്റെ അവസ്ഥ. എന്നാൽ ബില്ലി ഗ്രഹാം ഒരു വലിയ മനുഷ്യനാണെങ്കിലും ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നതിൻ്റെ കാരണം ഇതാ. സോദോം ഗോമോറയെ നശിപ്പിക്കാൻ പോകുമ്പോൾ അബ്രഹാം അവിടെ നിന്ന് വാർഗയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അവർ നശിക്കും. അല്ല, 5 കുറഞ്ഞു, ഇപ്പം 45 ഉള്ളല്ലോ, ഞാൻ നശിപ്പിക്കത്തില്ല. അല്ല, എനിക്കൊരു അബദ്ധം പറ്റി, 40 ഉണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുമോ? ഇല്ല. ഇങ്ങനെ വന്ന് പുള്ളി എത്ര വരെ വന്നു? 10 വരെ വന്നു. എന്നാൽ അവിടെ 10 നീതിമാന്മാരും ഇല്ലായിരുന്നു. നോഹ എന്ന് പറയുന്ന, അല്ല, ലോത്തെന്ന് പറയുന്ന വലഞ്ഞു പോയ ഒരു നീതിമാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ ദേശത്തെ നശിപ്പിച്ചു. എന്നാൽ അമേരിക്കയുടെ സ്ഥിതി അങ്ങനെയല്ല. ഈ രാജ്യത്തിന് സത്യത്തിന് വേണ്ടി നിൽക്കുന്ന, നീതിക്ക് വേണ്ടി നിൽക്കുന്ന, യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, ആത്മാവിൽ എരിവുള്ള അനേക ദൈവദാസന്മാരും ദാസിമാരും ഈ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനുള്ളത് കൊണ്ട് ഇതിൻ്റെ മഹത്വം ദൈവം എടുത്തു കളയാതെ കീപ്പ് ചെയ്യുക. എന്നാൽ സഭ ഇവിടുന്ന് സമീപഭാവിയിൽ എടുക്കപ്പെടും. എടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് പിന്നെ അതിനുവേണ്ടി ബാർഗൈൻ ചെയ്യാൻ ആരും കാണത്തില്ല. ഈ രാജ്യത്തിന് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കാൻ ആളില്ല. കാരണം എന്താ? സഭ എടുക്കപ്പെട്ടു, ഭക്തന്മാരെ എടുക്കപ്പെട്ടു. പിന്നെ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ. നമ്മളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ ഉദാഹരണമായിട്ട് സാംസനെ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ. സാംസൺ അനേക തീരുമാനം ഉണ്ടായിരുന്നു. ഐ വോണ്ട് ടച്ച് വൈൻ, ഞാൻ മുന്തിരിഫലം ആസ്വദിക്കുകയില്ല. സാംസൻ്റെ ഒരു തീരുമാനമാണ്. രണ്ടാമത്, ഐ വോണ്ട് കട്ട് മൈ ഹെയർ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഇത് സമർപ്പിച്ചിരിക്കുകയാണ്. ഐ വോണ്ട് ടച്ച് ഇത് ഡെഡ് കോർപ്പസസ്, ഞാൻ ശവത്തെ തൊടുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സാംസൺ ക്രമേണ ഇതിൽ നിന്നെല്ലാം മാറ്റം വന്നു. അദ്ദേഹം വൈനുള്ള തോട്ടത്തിലൂടെ നടക്കാൻ തുടങ്ങി. സിംഹത്തെ കൊന്നു, അതിൻ്റെ ഒരിക്കലിട്ടു. അതിനുശേഷം അതിൻ്റെ അസ്ഥികൂടത്തേൽ തേനുണ്ടാക്കിയ തേനെടുത്ത് ഭക്ഷിച്ചു. അസ്ഥിയെ തൊടാത്തവൻ തൊടത്തിലൊന്ന് തീരുമാനിച്ചെടുത്തോന് അവൻ അതിൽ നിന്ന് തേനെടുത്ത് കഴിച്ചു. അവൻ ദലൈലവരുമായിട്ട് കൂട്ടുകെട്ടി. അവൻ്റെ ജഡ ഒരു ഷോയ്ക്ക് വേണ്ടി നിന്നതല്ലാതെ അവൻ എടുത്ത തീരുമാനം മുഴുവൻ അവന് ലംഘിച്ചു. അപ്പോൾ അവൻ്റെ ഒരു ബലഹീനനായി മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ സാംസന് പറ്റിയ അബദ്ധം നമുക്കുണ്ടാകരുത്. നമ്മുടെ കർത്താവിന് വേണ്ടി നിലനിൽക്കണം.
യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സ്നേഹിക്കും, അല്ലെ യഹോവയെ ആരാധിക്കുമെന്നുള്ള നിലയിൽ നമുക്ക് മുന്നേറണം. നമുക്കൊരു മുന്നിലൊരു ഓട്ടമുണ്ട്. നമ്മൾ ഓട്ടക്കളത്തിൽ ഓടുന്നവരാ. നമ്മുടെ മുമ്പിലുള്ള ഫോക്കസ് ആരാണ്? കർത്താവായ ക്രിസ്തുയേശുവാണ്. അപ്പോൾ ഇതൊരു റേസ് അല്ല, ഒരു 100 മീറ്റർ റേസ് അല്ല, ഇതൊരു മാരത്തോണാണ്. നമ്മുടെ ജീവിത സായാഹ്നം വരെ തുടരേണ്ട ഒരു യാത്ര, ഓട്ടമാണ് നാം നടത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോക്കസ് ക്രിസ്തു ആയിരിക്കണം. ഓടുന്നത് കൊണ്ട് സ്ഥിരതയോടെ ഓടണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നമ്മൾ ഓട്ടം ദഹിക്കണമെങ്കിൽ സ്ഥിരതയോടെ ഓടണം. ഈ എബ്രായ ലേഖനം 11 നമ്മൾ സ്ഥിരതയോടെ ഓടിയ അനേകരുടെ ദൃഷ്ടാന്തം കാണുന്നുണ്ട്. ഇവരെല്ലാം ഒരു ബാൽക്കണിയിലിരുന്ന് നമ്മുടെ ഓട്ടം കാണുക എന്നിരിക്കട്ടെ, അവരൊക്കെ നമുക്ക് ചീർ വിളിക്കുകയാണ്. ഞാനും ഓടി. പുതിയ നിയമത്തിൽ പൗലോസ് പോലെയുള്ളവർ അവരും ഓടി. അവരെല്ലാം വിജയികളായി തീർന്നു. അവർക്ക് സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഓട്ടം കാണുമ്പോൾ പറയാനുള്ളത്, ഓടിക്കോ ഓടിക്കോ, നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടിക്കോ, ഞങ്ങളും ബിരുദ പ്രാപിച്ചവരാണ്, നിങ്ങൾക്കും ബിരുദ പ്രാപിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മളെ വിട്ടുപോയി. അവർ നമുക്ക് ദൃഷ്ടാന്തങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഓടിയതുപോലെ നിങ്ങൾക്കും ഓടി ജയിക്കാൻ സാധിക്കുമെന്നാണ് എബ്രായ ലേഖനത്തിലെ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സാക്ഷികൾക്ക് പറയാൻ നമ്മളോടുള്ളത്. സ്തോത്രം. അതുകൊണ്ട് എന്തു ചെയ്യണം? സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ടോടണം. സകല ഭാരവും, എൻ്റെ ഭാരം, നിൻ്റെ ഭാരം യഹോവയെ വിട്ടുകൊള്ളുക. അവനത് പുലർത്തിക്കൊള്ളും, അത് കൈകാര്യം ചെയ്തുകൊള്ളും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ അവസ്ഥകളെ കൈമാറുക. പിന്നീട് ആ ഭാരം എടുത്ത് തലയിൽ വെക്കാതെ നമ്മൾ സ്വതന്ത്രരായി യാത്ര ചെയ്യുക. ഇത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒരു യോദ്ധാവായിരുന്നു, രാഷ്ട്രത്തിൻ്റെ തലവനായിരിക്കുമ്പോൾ തന്നെ. എന്നാൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ സൂക്ഷ്മതയോടെ പഠിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒടുവിൽ മദ്യപാനമായി അദ്ദേഹം പനി പിടിച്ചു മരിച്ചു, 33-ാം വയസ്സിൽ മരിച്ചുപോയി എന്നൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ പലരും ഫിലോസഫേഴ്സായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കാര്യങ്ങളെ ദർശിക്കുന്ന ഒരു സ്വഭാവം അലക്സാണ്ടറിനുണ്ടായിരുന്നു. പേർഷ്യൻ മഹാസാമ്രാജ്യത്തെ പിടിച്ചടക്കാൻ അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഇവരെവിടെ യുദ്ധം ചെയ്താലും അവിടെ നിന്ന് വിലപ്പെട്ട പല സാധനങ്ങളും ഇവർ കവർന്നെടുക്കും. ആ കവർന്നെടുക്കുന്ന സ്വർണം, വെള്ളി, ഇതുപോലെയുള്ള ദ്രവ്യങ്ങളൊക്കെ ഈ പട്ടാളക്കാർ പാണ്ഡത്തിലിടും. ഈ പാണ്ഡവം കൊണ്ട് പോയാൽ ഇവർക്ക് യുദ്ധത്തിൽ ജയിക്കുകയില്ലെന്ന് അലക്സാണ്ടറിന് നന്നായിട്ടറിയാം. അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, നിങ്ങളുടെ വിലപ്പെട്ട ട്രഷേഴ്സ് എല്ലാം എടുത്തെറിയാൻ പറഞ്ഞു, അവയെ നശിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് പേർഷ്യൻ എംപയറിന് നേരെ കടന്നു ചെല്ലാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധ ഈ ട്രഷറിൽ കീപ്പ് ചെയ്യും. അലക്സാണ്ടർ ദ ഗ്രേറ്റിന് കൂടെയുള്ളവരൊക്കെ അത് ഉപേക്ഷിച്ചു. അവരുടെ ബാഗ്സൊക്കെ അവർ ദൂരെ കളഞ്ഞ് യുദ്ധം ചെയ്തു. ആ കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ അവർ വളരെ നിസ്സാരമായിട്ട് കീഴ്പ്പെടുത്തുവാൻ അവർക്കിടയായി. നമ്മുടെ ഭാരം, നമ്മൾ വലുതെന്ന് കാണുന്ന ഭൗമികമായ കാര്യങ്ങൾ എടുത്ത് ദൂരെ കളയണം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ള ഉദ്ദേശമായിരിക്കണം നമ്മുടെ മെയിനായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ജയം തരുവാൻ നമ്മുടെ കർത്താവിന് നമ്മളെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും. വി ഹാവ് എ ഗോൾ. വരാനിരിക്കുന്ന രാജ്യം, നിത്യത, അതാണ് നമ്മുടെ ഗോള്. അപ്പോൾ അതുകൊണ്ട് ഡിസിപ്ലിനിങ് ഒന്നും ഇല്ല എന്ന് നമ്മൾ കരുതരുത്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ, ദൈവിക ആലോചന പ്രകാരം നടക്കുന്നു, നമ്മൾ ഭാരങ്ങളും ഒക്കെ ഇട്ടേച്ച് മാറി പോകുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. ബാലമ്പ്രദ സങ്കീർത്തനം വായിച്ചപ്പോൾ അതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഇത് പുഷ്പങ്ങൾ കൊണ്ട് മാത്രമുള്ള കിടക്കയല്ല. പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. കർത്താവ് ഇതൊക്കെ സഹിച്ചവനാണ്. ആ സഹിച്ച കർത്താവിൻ്റെ കാവലും കൂട്ടും നമ്മോട് കൂടെ ഉണ്ട്. അതേക്കുറിച്ച് ദൈവവചനം പറയുന്നത്, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഒരു മകനെ അപ്പൻ ഡിസിപ്ലിൻ ചെയ്യുന്നില്ലെങ്കിൽ അവർ ശരിക്കുള്ള മക്കളല്ലെന്നാണ് അവിടെ പറയുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന പേര് വേറെയാണ്. ഞാൻ കൗടേലയന്മാർ എന്നൊക്കെയുള്ള പദം അവിടെ നല്ല രീതിയിലുള്ള ഭാഷയിൽ ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് എ റിയൽ സൺ. അതിൻ്റെ അർത്ഥം എന്താണ്?
നമ്മൾ ശരിക്കുള്ള ദൈവമക്കളാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, ദുഃഖമയപരമായ സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ അതിനെയൊക്കെ സഹിച്ച് നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത കൂടുതൽ പരീക്ഷ തരത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്മുടെ പരീക്ഷ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിൽ ഇച്ചിരിയുടെ കൂടുതലാണെങ്കിൽ ആ പരീക്ഷയോടുകൂടെ സഹിപ്പാനുള്ള കൃപയും കർത്താവ് കൂടുതലായി തരും. നമ്മെ ശക്തീകരിക്കും, സഹായിക്കും, നമ്മെ ബലപ്പെടുത്തും. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ അണയാം. നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം, ദൈവസന്നിധിയിലെത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.